കാരശ്ശേരി മാഷേ, ഈ തുടർഭരണത്തെ സംബന്ധിച്ചുള്ള സാംസ്കാരിക പ്രതികരണങ്ങൾ തുടങ്ങുന്നത് കാരശ്ശേരി മാഷിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷും സാറാ ജോസഫും അശോകൻ ചെരുവിലുമൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. അധികാരത്തണലിലെത്തിയാൽ CPM ദുർബലമാകും, UDF പ്രതിപക്ഷത്തിരുന്നാൽ ആ മുന്നണിയും ദുർബലമാകും, കോൺഗ്രസിലെ പലരും BJPയിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടാവും എന്നുള്ളതാണ് കാരശ്ശേരി മാഷ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ കാരശ്ശേരി മാഷ് ഉദ്ദേശിച്ചത് തന്നെയാണോ സച്ചിദാനന്ദൻ മാഷും പറഞ്ഞത്? അരുൺകുമാർ, ഞാനിത് 2021 മലയാള മനോരമയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, നമുക്ക് നല്ലത് LDF UDF ഇതിങ്ങനെ മാറിക്കളിക്കുകയാണ്. ഭരണത്തിന്റെ കുത്തക ഒരാൾക്കും ഉണ്ടാവാതെ ജനങ്ങളാണ് മേലെ എന്ന് വരുന്നതാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ LDF സുഹൃത്തുക്കൾക്ക് വലിയ ക്ഷോഭം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു, സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വന്നാലും BJPക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് എന്നാണ്. ഈ വികാരം, ഈ നിലപാട് പങ്കുപറ്റുന്നവരാണ് സച്ചിദാനന്ദൻ മാഷും സാറാ ടീച്ചറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ നമ്മുടെ ഭാഷയിലെ വലിയ എഴുത്തുകാരാണ്, വ്യക്തിപരമായി എൻ്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ നേരിട്ട് പറയുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇത്തരം വികാരങ്ങളുള്ളവരാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് BJP കേരളത്തിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, അതിനി മെച്ചപ്പെടാൻ പോകുന്നു എന്ന ഒരു ആധി ഞങ്ങൾക്കൊക്കെ ഉണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. അതിലിപ്പോൾ LDF മാത്രമാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല, UDFനും അതിൽ ഉത്തരവാദിത്തമുണ്ട്, പിന്നെ LDFന് ഉത്തരവാദിത്തം അധികം ഉണ്ടാവും. കാരണം 10 കൊല്ലമാകുമ്പോഴാണ് അവരുടെ ഭരണം തുടങ്ങിയിട്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ഈ തരത്തിൽ ഇവിടെ സാമുദായിക ചേരിതിരിവ്, ധ്രുവീകരണം, പോളറൈസേഷൻ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കി പെരുമാറുന്ന ഒരു ചുമതല കൂടുതൽ ഭരണപക്ഷത്തിനാണ്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ അരുൺകുമാർ വാർത്ത പറയുമ്പോൾ പറഞ്ഞല്ലോ ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന്. അത് താങ്കളുടെ മാത്രം ഒരു കുറ്റമല്ല, ആ ഒരു പ്രയോഗം വളരെ സ്വാഭാവികവും സാധാരണവുമായി തീർന്നു. നായർ വോട്ട്, ഈഴവ വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടികൾ കോൺഗ്രസ് വോട്ട്, CPM വോട്ട്, കേരള കോൺഗ്രസ് വോട്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ എവിടെ പോയി? അപ്പൊ ഈ അളവിൽ സമുദായ ധ്രുവീകരണം നടക്കുക, പിന്നെ പൗരോഹിത്യത്തിന് എല്ലാ മേഖലകളിലും ശക്തിപ്പെടാൻ സാധിക്കുക തുടങ്ങിയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഗുണഫലം കൊയ്യാൻ പോകുന്നത് BJP ആണ് എന്ന് ആർക്കും അറിയാം. അപ്പൊ അതിന്റെ നേരെയാണ് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. സത്യത്തിൽ കേരളത്തിന് പുറത്ത് CPMും കോൺഗ്രസും ഒന്നിച്ചാണല്ലോ. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് CPMും കോൺഗ്രസും. അവർ പൊരുതുന്നത് കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ 2 കൂട്ടരും മറന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കേരളത്തിന് പുറത്ത് CPMന്റെ വോട്ട് കിട്ടിയിട്ട് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിട്ട് CPMും ലോക്സഭയിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ മരിച്ചുപോയ CPMന്റെ നേതാവ് സീതാറാം യെച്ചൂരിക്ക് ഒരിക്കലും ഈ അളവിലുള്ള കോൺഗ്രസ് വിരോധം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കാവുന്നതാണ്. ഉള്ള കാര്യം ഇതാണ്, നമ്മൾ LDFോ UDFോ വരുന്ന പോലെയല്ല BJP വന്നാൽ അതിന്റെ വേരുകൾ വളരെ ആഴത്തിൽ പോകും. അത് പല തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും. കാരശ്ശേരി മാഷ് ഉദ്ദേശിച്ചുള്ളൂ. അതിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അല്ലെങ്കിൽ ഐക്യജനാധിപത്യത്തിന്റെ ഭരണം ഒന്നൊന്നിനേക്കാൾ മെച്ചമാണ് എന്നൊരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, അടിസ്ഥാനപരമായി അതല്ല. അതെ, അപ്പോൾ ഈ BJP ശക്തി പ്രാപിക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കാതിരിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസിനൊരു ആക്ഷേപമല്ലേ? ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് ഉള്ളവർ BJPയിലേക്ക് പോകുമെന്നൊരു നിരീക്ഷണമുണ്ടല്ലോ, അത് ശരിയാണോ?
അങ്ങനെയല്ലത്. അതായത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് പോലും, ഇപ്പോൾ ഞാൻ പറയാം, കോൺഗ്രസിന് ആലോചിച്ച് നോക്കൂ, 54 KPCC സെക്രട്ടറിമാരുണ്ട്. എന്ത് പരിഹാസ്യമെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഏത് ജില്ലയിൽ ഒരു വാഹനാപകടം ഉണ്ടായാലും 2-3 കോൺഗ്രസ് KPCC സെക്രട്ടറിമാർക്ക് പരിക്ക് പറ്റും. 54 സെക്രട്ടറിമാർ. അപ്പോൾ ഞാൻ പഴയ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, ജിന്നയാണത് പറഞ്ഞത്, പൊളിറ്റിക്സ് മീൻസ് പവർ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് അധികാരമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമോ മാനമോ അധികാരമോ ഇല്ലാതെ ജനങ്ങളെ സേവിക്കുക, രാഷ്ട്രത്തെ സേവിക്കുക, പാവപ്പെട്ട ആളുകളെയും ആക്രമിക്കപ്പെടുന്നവരെയും ദുരിതം അനുഭവിക്കുന്നതിന് സഹായിക്കുക തുടങ്ങിയുള്ള ആദർശങ്ങളൊക്കെ ഇത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, ഇതെല്ലാ പാർട്ടിക്കും ബാധകമാവുന്ന മട്ടിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വളരെ വലിയ അപജയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരും പോകുന്നുണ്ടല്ലോ. ഏറ്റവും അവസാനം മുൻ MLA ശ്രീ രാജേന്ദ്രൻ CPM BJP പോയല്ലോ. അപ്പൊ BJP എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, അത് അധികാരമാണ്. അത് കേന്ദ്രത്തിൽ 3 തവണയായി 3-ാം മൂഴമാണ് ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 3-ാം മൂഴം കിട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു വിഷയം കൂടി രണ്ടാം ഘട്ടത്തിൽ മാഷിലേക്ക് വരാം. അതായത് LDF, മാഷ് പറഞ്ഞതിൽ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സമസ്യയുണ്ട്. LDF കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ നമ്മുടെ സമൂഹം വല്ലാതെ വലതുവൽക്കരിച്ചുവെന്നും BJPക്ക് വളരാനുള്ള മണ്ണൊരുക്കി കൊടുത്തു എന്നുള്ളതുമാണ് കാരശ്ശേരി മാഷിന്റെ ആശങ്കയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. LDF 10 വർഷം ഭരിക്കുമ്പോൾ സമൂഹം അത്രമേൽ വലതുവൽക്കരിക്കപ്പെടാൻ പാടില്ല. മാഷ് പറഞ്ഞതിനെല്ലാം കൂടി ഞാൻ ഒറ്റ വാചകത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് മാത്രം. ആ വിഷയമാണ് യഥാർത്ഥത്തിൽ മാഷ് ഉദ്ദേശിച്ചത്. അത് വളരെ ഗൗരവമായ വിഷയമാണ്. അത് തന്നെയാണോ സച്ചിദാനന്ദൻ മാഷ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം സച്ചിദാനന്ദൻ മാഷ് മറ്റൊരർത്ഥത്തിൽ അതിനെ പറയുന്നുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് റാൻസീറിൻ്റെ വാചകങ്ങളാണ് ഉദ്ധരിക്കുന്നത്. Debate with Dr. Arun Kumar.